മണാലിയിലേക്ക് വിനോദയാത്ര പോയി വൈറലായ നബീസ് ഉമ്മയെ വിമർശിച്ച മതപണ്ഡിതനായ ഇബ്രാഹിം സഖാഫിയെ ന്യായീകരിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീകൾക്ക് യാത്ര പോകാൻ ഭർത്താവ് അല്ലെങ്കിൽ പിതാവോ മകനോ കൂടെ വേണമെന്നായിരുന്നു കാന്തപുരത്തിന്റെ പ്രസ്താവന. ഡൽഹിയിൽ മാധ്യമങ്ങളോടായിരുന്നു പ്രതികരണം. 55 വയസ്സുള്ള വിധവയായ നബീസ് ഉമ്മ തന്റെ ജീവിത സായാഹ്നത്തിൽ നടത്തിയ യാത്രയാണ് മതപണ്ഡിതരെ അസ്വസ്ഥരാക്കുന്നത്. അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്ന ഇബ്രാഹിം സഖാഫിയുടെ പ്രസ്താവനയെ അനുകൂലിച്ച് കാന്തപുരം വിഭാഗം നേതാവും മതപണ്ഡിതനുമായ AP അബൂബക്കർ മുസ്ലിയാരും രംഗത്തെത്തിയത്. സ്ത്രീകൾക്ക് യാത്ര പോകാൻ ഭർത്താവ് അല്ലെങ്കിൽ പിതാവോ മകനോ കൂടെ വേണമെന്നാണ് കാന്തപുരത്തിന്റെ പ്രതികരണം. ഒട്ടുമിക്ക ആളുകൾക്കും താല്പര്യം വിശ്വസ്തരായ ആളുകൾക്കൊപ്പം വിടാനാവില്ലേ എന്നും കാന്തപുരം ചോദിച്ചു. പിന്നെ സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മഹ്റം വേണമെന്ന് ഇപ്പൊ ഹജ്ജിന്റെ നിയമത്തിൽ വരെ ഉണ്ടല്ലോ. അന്യ സ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്തത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടി വേണം. അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ സ്ത്രീ യാത്ര പോകേണ്ടതുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ഒരു ഭാര്യ ഉണ്ടായിരിക്കാം. പൊതുവെ ആരും അങ്ങനെ വിടാറില്ല. അവർക്ക് സൗകര്യത്തിക്ക് കൂടാനൊന്നും കഴിയും. ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് തിക്കും ഒക്കെ ഉണ്ടാവും. അതുവരെ സ്ത്രീകൾക്ക് കഴിയില്ല. അപ്പോൾ കൂടെ ഒരാളൊരു പുരുഷനുണ്ടാവുക അത് സ്വാഭാവികമാണ്. ഇബ്രാഹിം സഖാഫി നബീസ് ഉമ്മയെ അധിക്ഷേപിച്ച് നടത്തിയ പ്രസ്താവന സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇബ്രാഹിം സഖാഫിയെ അനുകൂലിച്ച് കാന്തപുരവും രംഗത്തെത്തുന്നത്. കാന്തപുരം കൂടി നബീസ് ഉമ്മയ്ക്കെതിരെ രംഗത്ത് വന്നതോടെ മതപണ്ഡിതർക്കിടയിലെ സ്ത്രീവിരുദ്ധതയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്ന് വ്യായാമം ചെയ്യാൻ പാടില്ലെന്ന കാന്തപുരം AP അബൂബക്കറിന്റെ പ്രസ്താവനയും നേരത്തെ വിവാദമായിരുന്നു. ജനം, കോഴിക്കോട്.